എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്ലാക്ക് കളറിലുള്ള ഇന്നോവ ക്രിസ്റ്റ കിട്ടിയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്നത്. നമുക്ക് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മുടെ ഡൽഹിയിലല്ല ഓൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബ്ലാക്കിൽ വന്നേക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഡയറക്റ്റ് ഓണറിൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടിയ സമയം കൊണ്ട് അവർ വീട്ടിൽ വന്ന സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. വണ്ടിയുടെ മോഡൽ വരുന്നത് 2019 സിംഗിൾ ഓണറാണ് വണ്ടി. ബ്ലാക്ക് കളറിലാണ്. 2 ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത്. ബോണറ്റ് കാര്യങ്ങളും ഫ്രണ്ടിലെ നമ്പർ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കോഡും കാണാൻ പറ്റും. എല്ലാത്തിലും കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനലാണ് വരുന്നത്. ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് നമുക്ക് സൈഡിൽ മിറർ വരുമ്പോൾ സൈഡ് മിറർ ഫോൾഡബിൾ ആണ് വരുന്നത്. ബ്ലാക്ക് കളറിലാണ് വരുന്നത്. 2019 വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. പിന്നെ ഒരു ആർമി ഓഫീസർ, ആർമി ഓഫീസറിൻ്റെ വണ്ടിയാണ്. ആ ടൈമിൽ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നിങ്ങൾക്ക് സൈഡ് വ്യൂവിലേക്ക് നോക്കാം. ബ്ലാക്കിൽ നല്ലൊരു ഷൈനിങ്ങിൽ തന്നെ നിൽക്കുന്നതാണ്. പിന്നെ എല്ലാ ഗ്ലാസും എല്ലാ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നമുക്ക് ഓരോ ഗ്ലാസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എല്ലാ ഗ്ലാസും ഒറിജിനലാണ് വരുന്നത്. ഇനി ഡോർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നല്ല സോഫ്റ്റിൽ 2019 ഷൈനിങ് ആയിട്ട് വരുന്ന ഒരു ഇൻറ്റീരിയറിലാണ് ഇവർ ചൂസ് ചെയ്തേക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്താണ് ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. പഞ്ചിങ്ങും പേസ്റ്റിങ്ങും അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഫോൾഡബിൾ ആണ് വരുന്നത്. സ്വിച്ചിൽ തന്നെ ഓഫും റിമോട്ടിൽ തന്നെ ഓപ്പണും ഓഫും ആക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അലോയ് വീൽസ് ആണ്. ഈ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അലോയ് വീൽസ് കാണാൻ പറ്റും. നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള അലോയ് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ബ്രേക്ക് ലൈറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ 2.8G ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ്. ഇനി ഡിക്കി ഭാഗത്തേക്ക് വരുമ്പോൾ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ജെന്യൂൻ ആണ് വരുന്നത്. ഇനി എല്ലാ സൈഡും തട്ടാമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ജെന്യുവിനാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി ജസ്റ്റ് ഇവർ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് മാറ്റ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അഡീഷണൽ ആഡ് ചെയ്തേക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഓരോ ഗ്ലാസും കാണിക്കാൻ പറ്റും. എല്ലാം ജെന്യുവിനാണ് ഗ്ലാസ് വരുന്നത്. പിന്നെ ഈ ഒരു ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ്. മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ എല്ലാ ഗ്ലാസും ഗ്ലാസ് ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇതേപോലെ അലോയ് വീൽസിലേക്ക് നോക്കുമ്പോൾ പിന്നെ മിച്ചിലിൻ്റെ ടയേഴ്സാണ്. മിച്ചിലിൻ്റെ ബ്രാൻഡഡ് 4 ടയേഴ്സാണ് റീസെൻ്റ്ലി ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്ട്രീറ്റിങ്ങിൽ തന്നെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമുക്ക് ബിഗ് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ, എല്ലാ കാര്യങ്ങളും ഇൻബിൽഡ് ആയിട്ടുള്ള വണ്ടിയാണ് വരുന്നത്. 7 സീറ്ററിലാണ് വണ്ടി വരുന്നത്. ബാക്ക് സൈഡിൽ പോലും വണ്ടിയിൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കൺഫേം അല്ല. ചിലപ്പോൾ ഇത് റിട്ടേൺ ആയിരിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ തരുമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് തരുന്നതും കൂടെയാണ്. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, ബ്ലാക്ക് കളറിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഇനി മെയിനായിട്ട് കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ എൻജിൻ ഭാഗമാണ്. അപ്പോൾ എൻജിൻ റൂം കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. എൻജിൻ റൂമിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ജെന്യുവിനാണ്, ഒറിജിനലാണ് വരുന്നത്. പേസ്റ്റിങ്, പഞ്ചിങ്, സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് 2019 ജൂൺ മാസം വണ്ടിയാണ് വരുന്നത്. അതും ബ്ലാക്കിൽ. ബ്ലാക്കിൻ്റെ അവൈലബിലിറ്റി വളരെ ഇവിടെ കുറവാണ്. അപ്പം അതുപോലെ നോക്കി നടന്നപ്പോൾ കിട്ടിയ നല്ല വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയേക്കുന്ന 1,55,000 കിലോമീറ്ററാണ്. വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. 2019 വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയേക്കുന്ന 1,55,000 കിലോമീറ്റർ. സിംഗിൾ ഓണറാണ്. ഡയറക്റ്റ് പാർട്ടിക്കാരാണ്. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ RC പേയ്മെൻ്റ് ആണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. റണ്ണിങ് കണ്ടീഷനിൽ ഇപ്പം വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് വന്നേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. നല്ലൊരു വാഹനമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് സ്വന്തമാക്കുക.